തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്തുവാനും വധിക്കുവാനും ആഗ്രഹിച്ചു സുമാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരിൽപ്പെട്ട പല സ്വഹാബാക്കളെയും പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി കളഞ്ഞു സുമാമ. ആരാണ് സുമാമ? സുമാമക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? കഥ കേൾക്കാം. ഹിജ്റ 6-ാം വർഷത്തിൽ തന്നെ ഇസ്ലാമികമായ ആശയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി കത്തുകൾ എഴുതി വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കത്തയച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച വ്യക്തിയാണ് ജാഹിലിയ കാലഘട്ടത്തിലെ നേതാവായിരുന്ന, ആ നാട്ടിലെ യമാമയിലെ രാജാവായിരുന്ന സുമാമത്ത് ബിനു ഉസാൽ അൽ ഹനഫി എന്ന് പറയുന്ന വ്യക്തി. യമാമയിലെ ഭരണാധികാരിയായിരുന്ന സുമാമ ബനു ഹനീഫ എന്ന് പറയുന്ന ഉന്നതരായ ഗോത്രത്തിൻ്റെ തലവനും അഭിജാത്യത്തോടു കൂടെ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടയച്ച കത്ത് സുമാമക്ക് ഇഷ്ടപ്പെട്ടില്ല. വളരെ നീരസത്തോടു കൂടെ അതിനെ നോക്കിക്കണ്ടു. തൻ്റെ ദുരഭിമാനം സുമാമയെ കീഴ്പ്പെടുത്തി ആ കത്തിനെ അവഗണിക്കുന്നിടത്താണ് കാര്യങ്ങൾ അവസാനിച്ചത്. ഈ കത്ത് കിട്ടിയ ഉടനെ കത്തയച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കൊന്നുകളയുമെന്നും അങ്ങനെ മുഹമ്മദ് നബിയുടെ എല്ലാ പ്രബോധനങ്ങളും അതോടെ അവസാനിപ്പിക്കാമെന്നും സുമാമ കണക്കുകൂട്ടി. അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ആ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കെ സുമാമയുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളുടെ ഇടപെടലിനെ തുടർന്ന് പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് സുമാമ പിന്മാറുകയാണ് ചെയ്തത്. അള്ളാഹു സംരക്ഷണം നൽകി ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എങ്കിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞുവെങ്കിലും സ്വഹാബികളെ പ്രത്യേകമായി പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിൽ വ്യാപൃതനായിരുന്നു സുമാമ. അത്രമാത്രം ഒരു സിസ്റ്റത്തിന് കീഴിലുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായികളായി പ്രവർത്തിക്കുന്ന സ്വഹാബത്തിനെ വധിച്ച ആ രംഗം, ആ വാർത്തകൾ അറിഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയെ എവിടെ വെച്ച് കണ്ടാലും കൊലപ്പെടുത്താൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ സമയത്താണ് ജാഹിലിയ കാലഘട്ടത്തിലെ വിശ്വാസം അനുസരിച്ചുള്ള ഉംറ ചെയ്യുവാൻ സുമാമ പുറപ്പെടുന്നത്. വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാനും വേണ്ടിയായിരുന്നു യാത്ര. കഅബ തവാഫ് ചെയ്ത് വിഗ്രഹങ്ങളെ ആരാധിച്ച് ബലിയർപ്പിച്ച് ജാഹിലിയ കാലഘട്ടത്തിലെ ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട സുമാമ മദീനയോട് ഏകദേശം അടുത്ത് വരുന്ന സമയത്ത്, അതുവഴിയാണ് യാത്ര പോകുന്നത്, മദീനയോട് അടുത്ത് വരുന്ന ഒരു സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായ ചിലത് സംഭവിച്ചു. മദീനക്കാരായ വിശ്വാസികളുടെ ഇടയിലേക്ക് ഏതെങ്കിലും ശത്രുക്കൾ നുഴഞ്ഞു കയറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, ശ്രദ്ധിക്കാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായ ചില സംഘങ്ങളെ നിയോഗിച്ചിരുന്നു. ആ സംഘത്തിൻ്റെ കയ്യിലാണ് യമാമയിലെ ഭരണാധികാരിയായ സുമാമ ചെന്നുപെടുന്നത്. ഈ സുമാമ യമാമയിലെ ഭരണാധികാരിയാണ് എന്ന് അവർക്കറിയുമായിരുന്നില്ല. അവർ സുമാമയെ പിടിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഒരു മരത്തിൽ അവിടെ ഉണ്ടായിരുന്നൊരു തൂണിൽ കെട്ടിയിട്ടു. അല്പനേരം കഴിഞ്ഞ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ സുമാമയെ അവിടെ കെട്ടിയിട്ടത് കണ്ടു. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, ഈ കെട്ടിയിട്ടപ്പെട്ടത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, അത് യമാമയിലെ ഭരണാധികാരിയായ സുമാമത്ത് ബിനു ഉസാൽ അൽ ഹനഫി എന്ന വ്യക്തിയാണ്. നിങ്ങൾ അദ്ദേഹത്തോട് മാന്യമായി പെരുമാറുക, അദ്ദേഹം ഒരു നാടിൻ്റെ ഭരണാധികാരിയാണ് എന്ന്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇവിടെ എന്ത് ഭക്ഷണമാണ് ഉള്ളത്? ഉള്ള ഭക്ഷണം എടുത്ത് അത് സുമാമക്ക് കൊടുക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. പിന്നീട് ഹബീബായ തങ്ങൾ തൻ്റെ ഒട്ടകത്തിൻ്റെ പാല് കറന്ന് രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും സുമാമക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം കൽപ്പിക്കുകയും സ്വഹാബാക്കൾ അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് സുമാമയുടെ അടുത്തേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. എന്നിട്ട് സുമാമയോട് ചോദിച്ചു, സുമാമ, താങ്കളുടെ പക്കൽ എന്താണ് ഉള്ളത്? അപ്പോൾ സുമാമ പറഞ്ഞു, പ്രവാചകരോട് പറഞ്ഞു, ഞാൻ നന്മ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്നെ കൊന്നുകളയുകയാണെങ്കിൽ അതിന് പകരം ചോദിക്കാൻ ധാരാളം ആളുകൾ എൻ്റെ നാട്ടിൽ നിന്ന് കടന്നു വരും. എന്നോട് വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരിക്കലും പാഴായി പോവുകയില്ല. എന്തു വേണമെങ്കിലും, എത്ര ധനം വേണമെങ്കിലും ഞാൻ തരാം, എന്തും ചോദിച്ചു കൊള്ളാം. ഒന്നും തിരിച്ചു പറയാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു.
പിന്നീടൊരിക്കൽ വീണ്ടും വന്നു ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അതേ ഉത്തരം പറഞ്ഞു. ഇതിനിടയിലൊക്കെ സുമാമക്ക് കൃത്യമായി നല്ല ഭക്ഷണവും ഒട്ടകത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിൻ്റെ പാലും സുമാമക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടേയിരുന്നു. രണ്ടാമത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചോദിച്ചപ്പോഴും ഉത്തരം പറഞ്ഞു, നേരത്തെ പറഞ്ഞത് മാത്രമാണ് എൻ്റെ അടുത്തുള്ളത്. എന്നെ വിട്ടയച്ചാൽ നിങ്ങൾക്ക് ഗുണമാണ്, എന്നെ കൊന്നുകളഞ്ഞാൽ പകരം ചോദിക്കാൻ ധാരാളം ആളുകൾ വരും. ഹബീബായ തങ്ങളൊന്നും പറഞ്ഞില്ല. അടുത്ത ദിവസം വീണ്ടും സുമാമയുടെ അടുത്തുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അപ്പോഴും ചോദിച്ചു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സുമാമ നേരത്തെ പറഞ്ഞ് തന്നെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സുമാമയെ മോചിപ്പിക്കുക, അദ്ദേഹത്തെ വിട്ടയക്കുക. വിട്ടയക്കപ്പെട്ട ഉടനെ സുമാമ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് ചെന്ന് ഒരു ജലാശയത്തിൻ്റെ അരികെ ഇറങ്ങി കൈകാലുകളൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രഷായി തിരിച്ചു വന്നു. തിരിച്ച് വരുന്ന വഴിയിൽ വെച്ച് ഒരു മുസ്ലിം സംഘത്തെ സുമാമ കണ്ടു. ആ സംഘത്തോടായി സുമാമ പറഞ്ഞു, അള്ളാഹു ആരാധ്യനാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന്. തുടർന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് സുമാമ പറഞ്ഞു, ഓ മുഹമ്മദ് എന്നവരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ മുഖത്തേക്കാൾ എനിക്ക് വെറുപ്പുള്ളൊരു മുഖം ലോകത്ത് വേറെ ഏതും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം അങ്ങയുടെ മുഖമാണ്. അങ്ങയുടെ നാടിനേക്കാൾ എനിക്ക് വെറുപ്പുള്ള നാട് വേറെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് അങ്ങയുടെ നാടാണ്. അങ്ങയുടെ മതത്തേക്കാൾ എനിക്ക് വെറുപ്പുള്ള മതമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മതം അങ്ങയുടെ മതമാണ്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, തിരുനബിയെ, അങ്ങയുടെ സ്വഹാബാക്കൾപ്പെട്ട പലരെയും ഞാൻ വകവരുത്തിയിട്ടുണ്ട്. ഞാൻ അതിനൊക്കെ പകരമായി എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്, എന്തു തന്നെ പറഞ്ഞാലും അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ സുമാമ, താങ്കൾ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് ഒരു കുറ്റവും ഒരു പ്രതികാര നടപടിയും താങ്കളുടെ മേലില്ല. എല്ലാ കുറ്റങ്ങളും ഇല്ലാതായിരിക്കുന്നു. ഇസ്ലാം എന്ന മഹാസത്യത്തിൻ്റെ ബഷാറത്തുകൾ, സന്തോഷങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമയെ അറിയിച്ചു. സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ സുമാമ ഉറക്കെ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അങ്ങയുടെ അനുയായികൾക്ക് എന്നിൽ നിന്ന് സംഭവിച്ചു പോയ അതിനേക്കാളും ഭയാനകമായ കാര്യങ്ങളാണ് ബഹുദൈവ വിശ്വാസികൾക്ക് എന്നിൽ നിന്ന് നേരിടാൻ പോകുന്നത്. ഇസ്ലാമിന് വേണ്ടി ഏത് ത്യാഗവും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്ന്. തുടർന്ന് അദ്ദേഹം ചോദിച്ചു, ഞാൻ ഉംറ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത്. ആ ഉംറ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആ ഉംറ പൂർത്തിയാക്കുക, പക്ഷേ അള്ളാഹുവിനായിരിക്കണം, ബിംബങ്ങൾക്ക് ബലിയറുക്കരുത്, എല്ലാം റബ്ബിനായിരിക്കണം എന്ന നിയത്തോടുകൂടെ നിങ്ങൾ ചെയ്യുക. അങ്ങനെ സുമാമത്ത് ഇബ്നു ഉസാൽ അൽ ഹനഫി എന്ന ആ സുഹാബി റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് നടന്നു. മക്കയിലേക്ക് ചെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ലബ്ബൈക്ക് ചൊല്ലി മുസ്ലിമായി ആദ്യമായി മക്കയിലെത്തിയ സുഹാബിയാണ് സുമാമത്ത് ഇബ്നു ഉസാൽ അൽ ഹനഫി റളിയല്ലാഹു അൻഹു. ആരാണ് ഇത്രമാത്രം ധൈര്യത്തോടുകൂടെ കഅബയുടെ അടുത്തേക്ക് വന്ന് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യവാക്യങ്ങൾ പറയുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഖുറൈശികൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ നോക്കിയപ്പോൾ ഈ സുമാമയാണ് കാണുന്നത്. ഒരു ചെറുപ്പക്കാരൻ വന്ന് സുമാമക്ക് നേരെ അമ്പ് ചെയ്യാൻ വേണ്ടി അമ്പ് എയ്തു പിടിച്ചപ്പോൾ കുറേ ആളുകൾ വന്ന് തടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ആൾ ആരാണ് നിങ്ങൾക്കറിയുമോ? അത് യമാമയിലെ ഭരണാധികാരിയാണ്. അദ്ദേഹം വിലക്കിയാൽ നമുക്ക് ഭക്ഷ്യധാന്യങ്ങളൊന്നും തന്നെ കിട്ടുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. എല്ലാവരും മാറി നിന്നു. സുമാമ ഉറക്കെ ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ മനോഹാരിതകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ഉംറ മനോഹരമായി പൂർത്തിയാക്കി. മക്കയിലെ ജനങ്ങളിൽ ചിലരൊക്കെ ഊരിപ്പിടിച്ച വാളുമായി സുമാമയുടെ നേരെ വന്നു. അവരൊക്കെ ചോദിച്ചു, സുമാമ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങളും മതം മാറിയോ? നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെ മതം നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ? അപ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ സത്യത്തിൻ്റെ പാതയിലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സത്യത്തിൻ്റെ വഴിയിലേക്ക് വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഞാൻ നിർത്തലാക്കും എൻ്റെ നാട്ടിൽ നിന്നുള്ളത്. അങ്ങനെ യമാമയിലേക്ക് തിരിച്ചുപോയ സുമാമ അവിടത്തേക്കുള്ള മക്കയിലുള്ള ബഹുദൈവാരാധകരായ ആളുകൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിർത്തലാക്കിയപ്പോൾ ആ അവിശ്വാസികളായ ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് കത്തെഴുതി താങ്കളിൽ നിന്ന് കുടുംബബന്ധം ദൃഢപ്പെടുത്തുന്നതും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുകയാണ്. ഇത്രയുമായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമക്ക് അറിയിച്ചു. അവർക്ക് ഭക്ഷണവും എല്ലാം കൊടുക്കാൻ വേണ്ടി അറിയിപ്പ് നൽകിയപ്പോൾ സുമാമ അതനുസരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അവിടുന്ന് വഫാത്തായപ്പോൾ പല ഗോത്രങ്ങളും ഇസ്ലാമിൽ നിന്ന് മാറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് ചിലരൊക്കെ മാറിത്തുടങ്ങിയപ്പോൾ ആ സമയത്താണ് കള്ള പ്രവാചകനായ
കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബ് രംഗപ്രവേശം നടത്തിയത്. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ അതിശക്തമായി പോരാട്ടം നടത്തി ഉറക്കെ പ്രഖ്യാപിച്ചു, അള്ളാഹുവിൻ്റെ മതം അത് ദീനുൽ ഇസ്ലാം മാത്രമാണ്. 2 പ്രവാചകർ ഒരിക്കലും ഒന്നിച്ച് വരികയില്ല. ത്വഹ ആ സൂറത്തിലെ ചില ആയത്തുകളൊക്കെ ഓതിയിട്ട് ഉറക്കെ പറഞ്ഞു, ഒരിക്കലും അടുത്തൊരു പ്രവാചകർ വരില്ല, ഇത് കള്ളപ്രവാചകനാണ് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നുവെന്ന് മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ കൃത്യമായ നിലപാടെടുത്തു ഉസാമ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും അള്ളാഹുവിൻ്റെ മഹത്തായ ദീനിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയങ്ങൾക്കും വേണ്ടി നിലകൊണ്ട മഹാനരായ സ്വഹാബിയായിരുന്നു സുമാമത്ത് ബിൻ ഉസാൽ അൽ ഹനഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ കൊണ്ട് നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.